എനിക്ക് പെറ്റി അടിച്ചിട്ടുണ്ട്. അതായത് MTയുടെ ഹെൽമെറ്റ് ഡോട്ട് മാത്രമേ ഉള്ളൂ, ISA ഇല്ല എന്ന് പറഞ്ഞ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പം ISA ഹെൽമെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ത് ഹെൽമെറ്റ് വാങ്ങിച്ചാലും ISA ഹെൽമെറ്റാണ്. ISA ഇല്ലാത്ത AGV ഹെൽമെറ്റ് മോട്ടോ ജീപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല. പോലീസിൽ നിന്ന് സേഫ് അല്ല. പോലീസിൽ നിന്ന് സേഫ് അല്ല. അങ്ങനെ പ്രശ്നം ആൾക്കാർ പറഞ്ഞു ഇത് സെക്യൂരിറ്റി റിസ്ക് ആണ്, സേഫ്റ്റി റിസ്ക് ആണ്, ഫ്രണ്ട് പിടിച്ച വണ്ടി അവിടെ നിൽക്കും. മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് തന്നെയാണ്. അത് ഒരിക്കലും അതിനകത്ത് എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും സേഫ്റ്റി ഇല്ല. അത്രത്തോളം എക്സ്പോസ്ഡ് ആണ്. എക്സ്പോസ്ഡ് ആണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ നമ്മളൊന്ന് തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മുള്ളു വന്ന് ഇലയിൽ ഇല്ലാണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിയാലും ബൈക്കുകാരനാണ് സീൻ. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്താണ് ഡിസ്ക് ബ്രേക്ക് വരുന്നത്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. അപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം ആൾക്കാർ പറഞ്ഞു ഇത് സെക്യൂരിറ്റി റിസ്ക് ആണ്, സേഫ്റ്റി റിസ്ക് ആണ്, ഫ്രണ്ട് പിടിച്ച വണ്ടി അവിടെ നിൽക്കും, വണ്ടി കുത്തിപ്പൊങ്ങും, ഭയങ്കര പ്രശ്നമാണ്, ഡ്രമ്മാണ് നല്ലത്, ഇതല്ല നല്ലതെന്നൊരു അഭിപ്രായം ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്കുണ്ടായിരുന്നു. രണ്ടാമത് നേരിട്ടൊരു പ്രശ്നം, കോണേഴ്സ് വരുമ്പോൾ പ്രശ്നമാവും. വീശി എടുക്കുമ്പം നേരെ ഏതിലും പറമ്പിൽ പോകും. എങ്ങനെ ആൾക്കാർ നോക്കി കാണുന്നത്? ഇപ്പോഴും ഈ ഡിസ്ക് ബ്രേക്കിനൊക്കെ ചിത്തപ്പേരുണ്ടോ? നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ ദ ഓൺലി തിങ് പീപ്പിൾ ക്യാൻ ഡു ഇസ് ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യാണ്. മേ ബി എനിക്കറിയില്ല, ഇപ്പം മേ ബി നമ്മുടെ വണ്ടികളിൽ ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് വന്നപ്പം കൊള്ളില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും, തൊണ്ടേ കുരുങ്ങും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ജനറേഷനിലേക്ക് വന്നപ്പം എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പവർ ബ്രേക്ക് വന്നപ്പം, കാറുകൾക്ക് പവർ ബ്രേക്ക് വന്നപ്പോൾ ചവിട്ടിയാൽ നിൽക്കും, പുറകിൽ വന്ന് വണ്ടി ഇടിക്കും എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് വന്നപ്പം ഇച്ചിരി തിരിച്ചാൽ മതി, അത് ചാടി അപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ കുറേ സിറ്റുവേഷൻസ് എനിക്കിപ്പോഴും ഇപ്പം ഓർത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ പല കാര്യങ്ങളും എനിക്കങ്ങനെ ഓർക്കുന്നുണ്ട്. ഈ അടുത്ത് വരെ ABS വന്നപ്പോൾ വരെ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ABS വന്നപ്പോൾ ABS വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്കിംഗ് ഇത് ശരിയാവില്ല എന്ന് അഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് ഇപ്പോഴും പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പറയായിരിക്കും, നമ്മളിപ്പം അഡാസിന് നമ്മൾ കുറ്റം പറയുന്നില്ലേ, എന്തായാലും പറയില്ലേ, ഇപ്പോൾ ഓടിക്കും അഡാസുള്ള വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞാൽ അഡാസിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ ഡീൽ ചെയ്യുന്നത്. മേ ബി ഒരു 10 years കഴിയുമ്പം അഡാസ് അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോഴത്തെ അഡാസ് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 10 years കഴിയുമ്പോൾ അഡാസ് ചിലപ്പം ബെറ്റർ ആയിരിക്കും. അത് അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ആക്സിഡൻസ് കുറയ്ക്കുക. അത് ആക്സിഡൻസ് കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുമ്പം ഡ്രൈവർ സ്കില്ല് അത് പോകുന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആക്സിഡൻസ് കുറയുകയല്ലേ. ചിലപ്പോൾ 10 years കഴിയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനത്തെ ആ മൈൻഡ് സെറ്റിൽ ഓടിക്കണമെങ്കിൽ അഡാസ് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കുറ്റം പറയുന്ന പലതും കുറച്ച് നാൾ കഴിയുമ്പോൾ ബെറ്റർ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഡിസ്ക് ബ്രേക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പം എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. കോർണർ ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്ക് എത്ര ലൈഫ് സേവ് ചെയ്തിട്ടുണ്ടാവും, എത്ര ബ്രേക്കിംഗ് എത്ര ബെറ്റർ ആക്കിയിട്ടുണ്ടാവും. മറ്റേത് ജാം ആവുമായിരുന്നു. ദിസ് ഇസ് റിയലി ഗുഡ്. ഇപ്പോൾ പെട്രോൾ ഡിസ്ക് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, കുറച്ച് പെട്രോൾ ഡിസ്ക് ഒക്കെ വന്നിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ പണ്ട് ഡിസ്ക് ഹീറ്റായിട്ട് ബ്രേക്ക് കുറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ഡിസ്ക് ബ്രേക്ക് ഇസ് മച്ച് ബെറ്റർ. ഒരു കാർ വാങ്ങിയാൽ അതിൽ ഡിസ്ക് ബ്രേക്ക് ബെറ്റർ ആണെന്നുള്ളൊരു ചോദ്യമല്ല, പക്ഷേ ഈ ഒരു ഇവോൾവ് ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പുതിയ പരിപാടി വരുന്നു, അതിനെ ആൾക്കാർ ഭയങ്കര എതിർക്കുന്നു. പക്ഷേ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആ ഒരു ഫാക്ടർ ഇല്ലാതാവുന്നു. ഇപ്പം ഫ്രണ്ട് കുത്തി വണ്ടി നിർത്തി തിരിച്ചടിക്കുക എന്നുള്ള സാധനം ഇപ്പം ഡിസ്കിൽ ആക്സിഡൻ്റലി സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മൈക്രോ ലെവലിലായിരിക്കും. പക്ഷേ വന്ന സമയത്ത് ഇറ്റ് യൂസ് ടു ഹാപ്പൻ. അതിനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം സേഫ്റ്റി. അങ്ങനെ ട്രിപ്സ് പോകുമ്പോൾ, ലോങ് റൈഡ്സ് പോകുമ്പോൾ യാസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് എന്താണ്? അങ്ങനെ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എന്താണ്? അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടും? മോട്ടോർ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് തിങ് തന്നെയാണ്. അത് ഒരിക്കലും അതിനകത്ത് എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും സേഫ്റ്റി ഇല്ല. അത്രത്തോളം എക്സ്പോസ്ഡ് ആണ്. എക്സ്പോസ്ഡ് ആണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഈ ABS ട്രാക്ഷൻ കൺട്രോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ദർ ഇസ് ലിമിറ്റ് ഫോർ എവറിത്തിങ്. കാറിന് പിന്നെയും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സേഫർ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ മോട്ടോർ സൈക്കിൾസ് ആർ നോട്ട് സേഫ്. അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ഹമ്പിളായിട്ട് തന്നെ നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിക്കണം. നമ്മൾ വേറൊരാൾ ഈഗോയിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്തെന്നും പറഞ്ഞാൽ നമ്മൾ ആ കാറിലിരിക്കുമ്പോൾ പിന്നെയും ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല, ബൈക്കിൽ നമ്മൾ കാണിക്കരുത്. കാരണം നമ്മളൊന്ന് തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ മുള്ളു വന്ന് ഇലയിൽ ഇല്ലാണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിയാലും ബൈക്കുകാരനാണ് സീൻ. അപ്പം അത് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പം ഡിഫെൻസീവ് ആയിരിക്കണം. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റ് എന്തായാലും മുമ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രണ്ടിലൊരു വണ്ടി പോകുമ്പോൾ അവൻ ഇൻഡിക്കേറ്റർ ഇട്ടില്ലെങ്കിലും അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ ഉള്ളിൽ വേണം. ഒരു കാൽക്കുലേഷൻ എപ്പോഴും വേണം. എപ്പോഴും നമ്മൾ ഡിഫെൻസീവായിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ നോക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രോട്ട്
കൊടുക്കുമ്പം ഈഗോയിസ്റ്റിക് ആയിട്ട് ത്രോട്ട് കൊടുക്കണ്ട, വേറൊരു വണ്ടി സൈഡിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ ത്രോട്ട് കൊടുക്കണ്ട. എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ നോക്കുക. ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസ് അങ്ങനെ മെയ്ഡ് ചെയ്തേക്കുന്ന മോട്ടോർ സൈക്കിൾസാണ്. പിന്നെ ഈ ബ്ലൈൻഡ് ടേൺസിലൊന്നും ഓവർടേക്ക് ചെയ്യാതിരിക്കുക. ബ്ലൈൻഡ് ടേൺസിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നത്. ബ്ലൈൻഡ് ടേക്സിലുള്ള ഓവർടേക്സൊക്കെ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോട്ടോർ സൈക്കിൾസ് ആർ റിയലി ഗുഡ്. എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഫീൽ ചെയ്ത്, മറ്റേ ഒരു കോട്ട് പറയുമല്ലോ, നമ്മൾ കാറിൽ പോകുമ്പം നമ്മൾ സിനിമ കാണുന്നത് പോലെയും ബൈക്കിൽ പോകുമ്പം സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണെന്ന്. അപ്പോൾ അതേപോലെ എൻജോയ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആർക്കും എന്തും സംഭവിക്കാം. അപ്പം നമ്മൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ലോങ് റൈഡ്സ് പോകുമ്പോൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഹെൽമെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ഹെൽമെറ്റ് എപ്പോഴും വെയർ ചെയ്യുക. പിന്നെ ഹെൽമെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡിങ് ബൂട്ട്സ് ആയിരിക്കും. നമ്മൾ എന്ത് ആക്സിഡൻറ്റ് പറ്റിയാലും കാലിനാണ് പ്രശ്നം പറ്റുന്നത്. അപ്പം അങ്ങനെ ഗിയേഴ്സൊക്കെ ചൂസ് ചെയ്ത് കാം ആൻഡ് ക്വയറ്റായിട്ട് ഹമ്പിളായിട്ട് വലിയ ഈഗോയിസ്റ്റിക് ആവാതെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ ഒരു സ്പീഡ് ലിമിറ്റിൽ കീപ്പ് ചെയ്യുക, എപ്പോഴും ഡിഫെൻസീവായിട്ടിരിക്കുക, എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കൺസേൺഡ് ആയിട്ട് ഓടിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ ഈ ഹെൽമെറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ പണ്ട് നമുക്ക് എനിക്കൊണ്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പെറ്റിയടിച്ചിട്ടുണ്ട്. അതായത് MTയുടെ ഹെൽമെറ്റ് ഡോട്ട് മാത്രമേ ഉള്ളൂ, ISI ഇല്ല എന്ന് പറഞ്ഞ് വാങ്ങിയ സമയത്ത് എനിക്ക് പോലീസ് പ്രോപ്പർ പെറ്റിയടിച്ച് തന്നിട്ടുണ്ട്. എവിടുത്തെ പോലീസ്? ട്രിവാൻഡ്രത്ത്, വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ പ്രോപ്പർ എനിക്ക് അടിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ്സ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ അല്ലെ സെലക്ട് ചെയ്യുന്നതിൻ്റെ അകത്തൊരു നമ്മൾ എന്തൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത ബ്രാൻഡ്സിൻ്റെ ഒരു അഭാവം, അതൊക്കെ എങ്ങനെയാണ് ബ്രോ കാണുന്നത്? കപ്പിൾ ഓഫ് ഇയേഴ്സ് മുമ്പ് ബൈക്ക് സ്റ്റോഴ്സിലൊക്കെ അത്യാവശ്യം നല്ല ഹെൽമെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. AGV, അരൈ, HJC പോലത്തെ നല്ല നല്ല ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. HJC ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുണ്ട്. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ 5,000 റേഞ്ചിലൊക്കെ ഹെൽമെറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം ഈ ഹെൽമെറ്റ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല സർട്ടിഫിക്കേഷൻസും നല്ല ക്വാളിറ്റിയും നല്ല സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഒക്കെ കീപ്പ് ചെയ്യുന്ന ഹെൽമെറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് അനാവശ്യമായിട്ടുള്ള റൂളെന്ന് തന്നെ എനിക്ക് എടുത്തു പറയാം, ISI നിർബന്ധമാണ് എന്നുള്ള രീതിയിൽ, ISI ഹെൽമെറ്റ്സ് വേണമെന്നുള്ള രീതിയിൽ ഈ ഹെൽമെറ്റ്സിനെയൊക്കെ നിരോധിക്കുമായിരുന്നു. ഈ ഹെൽമെറ്റ്സിന് ഇപ്പോൾ ISI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ISI ഈസി ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ കൊടുക്കില്ല. ടെസ്റ്റിംഗ് പ്രോസസ്സ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പം അവർ ഓർത്ത് എന്തിനാണ് ഇന്ത്യക്ക് സേഫ്റ്റി വേണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വിട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നല്ല ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈക്ക് സ്റ്റോഴ്സുകാരൊക്കെ ഈ ബൈക്ക് ഈ സെല് ചെയ്യുന്നവരൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നത് ഇല്ലീഗലായി. മേ ബി ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ ഹെൽമെറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷേ അത് കാരണം നമുക്ക് കുറേ നല്ല ഹെൽമെറ്റ്സുകൾ നമ്മുടെ നാട് വിട്ടു പോയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പം ISI ഹെൽമെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ത് ഹെൽമെറ്റ് വാങ്ങിച്ചാലും ISI ഹെൽമെറ്റാണ്. ISI അല്ലാത്ത ഏത് ഹെൽമെറ്റ്, ഇപ്പോൾ AGV പോലത്തെ ഹെൽമെറ്റ് ISI ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യ വിട്ടുപോയ നാടാണ്. പക്ഷേ ISI ഇല്ലാത്ത AGV ഹെൽമെറ്റ് മോട്ടോ GPയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല. മനസ്സിലായല്ലോ? ആ സീനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പോലീസിൽ നിന്ന് സേഫ് അല്ല, പോലീസിൽ നിന്ന് സേഫ് അല്ല. അപ്പോൾ ISI ഹെൽമെറ്റ്സ് എന്താണേലും നമ്മുടെ ഉണ്ട്. ISI ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണെന്ന് കരുതി നിങ്ങൾ ISI ഹെൽമെറ്റ് മാത്രം വാങ്ങിക്കാൻ, ഞാൻ കുറ്റം പറയുമൊന്നുമല്ല. ISI പല കാര്യത്തിലും നല്ലതായിരിക്കാം. പക്ഷേ ഹെൽമെറ്റിൻ്റെ കാര്യത്തിൽ ISI മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ISIനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു സേഫ്റ്റി സ്റ്റാൻഡേർഡാണ് നമ്മുടെ DOT എന്ന് പറഞ്ഞ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഹെൽമെറ്റിൻ്റെ പുറകിൽ കണ്ടിട്ടുണ്ടാവും. അതും ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ്. പക്ഷേ അതും ഒരു വലിയ സർട്ടിഫിക്കേഷനായിട്ട് പറയേണ്ട ഒരു US സർട്ടിഫിക്കേഷനാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് സർട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളത് ECE സർട്ടിഫിക്കേഷനാണ്. അത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. 22.05 സർട്ടിഫിക്കേഷനായിരുന്നു. ഇപ്പോൾ റൈറ്റ് നൗ 22.06 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റ്സ് വാങ്ങിക്കുമ്പം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനായിട്ടുള്ള ECE 22.06 ഉള്ള ഹെൽമെറ്റ്സ് വാങ്ങിക്കാൻ നോക്കുക. 4,000 റേഞ്ചിൽ മുതൽ ECE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്സ് ഉണ്ട്. ഹെൽമെറ്റ്സിൻ്റെ എങ്ങനെയൊക്കെയാണ് ECE ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ വേറെ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നെല്ലെന്ന് പറഞ്ഞ അപ്രൂവൽ ഉണ്ട്. സ്നെല്ല് പഴയ HJC CL17 എന്നൊക്കെ പറഞ്ഞ ഹെൽമെറ്റുകളിലൊക്കെ സ്നെൽ അപ്രൂവലായിരുന്നു. സ്നെല്ല് നല്ലൊരു അപ്രൂവൽ ആണ്. അത്യാവശ്യം നല്ല സേഫ്റ്റി സ്റ്റാൻഡേർഡാണ്. പിന്നെ ഇന്തോനേഷ്യൻ ബ്രാൻഡായിട്ടുള്ള ഇന്തോനേഷ്യൻ സർട്ടിഫിക്കേഷനായിട്ടുള്ള SNI അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസൊക്കെ നോക്കിയിട്ട് ഹെൽമെറ്റ് വാങ്ങിക്കുക. പിന്നെ ഹെൽമെറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് പ്രോപ്പറായിട്ടുള്ള സൈസിലുള്ള ഹെൽമെറ്റ് വാങ്ങിക്കുക. നമ്മുടെ തലയ്ക്ക് ഫിറ്റ് ആവാത്ത ഹെൽമെറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് നടക്കുന്ന സമയത്ത് അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ കറക്റ്റ് സൈസും കറക്റ്റ് ഷേപ്പും ആണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡീറിങ് ലോക്ക് എന്ന് പറഞ്ഞ ലോക്കുണ്ട്. ചുമ്മാ സ്ട്രാപ്പ് ചെയ്യുന്ന ലോക്കല്ലാണ്ട് ഡീറിങ് ലോക്കുണ്ട്. ആ ചുറ്റിയിടുന്ന ലോക്ക്, അതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ലോക്ക്. പക്ഷേ ആ ഡീറിങ് ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് ഡീറിങ് ഹെൽമെറ്റ് ചുമ്മാ
അത് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞാൽ അത് ഇടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർ സാധാരണ വാങ്ങിക്കുന്നതായിരിക്കും അതിനേക്കാൾ ബെറ്റർ. എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് ഇടുമ്പോൾ നമ്മൾ ഇത് ഇടണം. ഒരു ഇമ്പാക്റ്റിൽ അത് ഇട്ടില്ലെങ്കിൽ ഹെൽമെറ്റ് ആയിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. പല ആക്സിഡൻസിലും കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇടിച്ച് കഴിയുമ്പോൾ ഹെൽമെറ്റ് ആയിരിക്കും ആദ്യം തെറിച്ചു പോകുന്നത്. അപ്പം അതാണ് എപ്പോഴും ഹെൽമെറ്റ് വാങ്ങിക്കുമ്പം നല്ല ഹെൽമെറ്റ് വാങ്ങിക്കുക, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, പ്രോപ്പർ സൈസ് ഉള്ളത് എടുക്കുക.